മേടം രാശിക്കാർക്ക് സാമ്പത്തികമായി അനുകൂലമായ മാസം ആണ്. കാരകനായ വ്യാഴവും രണ്ടാം ഭാവാധിപനും 4-ൽ വളരെ ശുഭകരമായ രീതിയിൽ നിൽക്കുന്നത് സ്വത്തുവകകളിലൂടെയുള്ള ധനലാഭത്തെ കാണിക്കുന്നു. അഷ്ടമാധിപൻ 2-ൽ നിൽക്കുന്നത് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ ലഭിക്കാനുമുള്ള ഭാഗ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശ അപഹാരങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം ഇങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. കർമ്മമേഖലയിൽ കർമാധിപതിയായ ശനി 12-ൽ ഗുരുദൃഷ്ടിയോടുകൂടി നിൽക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്കും ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഫുഡ്, ഫാമിംഗ്, റെസ്റ്റോറൻറ്റ്, കൺസ്ട്രക്ഷൻ, ഹോട്ടൽ, വാട്ടർ സെക്ഷൻസ്, ഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. നിങ്ങളൊരു മേടം രാശിക്കാരനും ഇത്തരത്തിലുള്ള മേഖലകളിൽ ജോലി നോക്കുന്നവനോ ജോലി ചെയ്യുന്നവനോ ആണ് എങ്കിൽ തീർച്ചയായും ഈ മാസം വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട മാസമാണ്. രോഗപതിയായ ബുധൻ കർക്കിടകത്തിൽ ജലരാശിയിൽ നിൽക്കുന്നത് അഗ്നി വളരെയധികം കുറയ്ക്കും. അതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പനി, കഫക്കെട്ട് തുടങ്ങിയ പ്രയാസങ്ങൾ വരാനിടയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് അഗ്നിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളിൽ നിന്നും അകലം പാലിക്കേണ്ടതാണ്. സാധ്യമായ സമയങ്ങളിൽ അല്പം വെയിൽ കൊള്ളുന്നത് അഗ്നിയെ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉപകരിക്കും. നല്ല രീതിയിൽ യോഗാഭ്യാസവും ജിംനേഷ്യത്തിൽ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജിംനേഷ്യമോ അവിടെ പോയി നല്ല രീതിയിൽ വിയർക്കുന്നത് വരെ വ്യായാമം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, ഫാമിംഗ്, പ്ലാന്റേഷൻ, ഗാർഡനിങ്, വാട്ടർ റിലേറ്റഡ് ബിസിനസ്സുകൾക്ക് ഈ മാസം അനുകൂലമാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലകളിൽ ബിസിനസ്സോ അല്ലെങ്കിൽ സംരംഭമോ തുടങ്ങുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യതകൾ മുന്നോട്ട് പോകുവാൻ ശുഭമായിട്ടുള്ള സമയമാണ് എന്ന് പറയാം. മേടം രാശിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്കാൾ ഗുണം സ്വദേശത്ത് ആണ് കാണുന്നത്. അതിനാൽ സ്വദേശത്ത് മികച്ച ഗുണനിലവാരമുള്ള കോഴ്സുകൾ അവരവരുടെ സ്കില്ലിന് നല്ല രീതിയിൽ വികസിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകൾ സ്വീകരിച്ച് പഠിക്കാവുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാവാധിപനായിട്ടുള്ള വ്യാഴം 4-ൽ ഉച്ചനാകുന്നത് സ്വദേശത്ത് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് അതിനുള്ള യോഗവും കാണുന്നു. അതുകൊണ്ട് വിദേശത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ വിഷയത്തിൽ സ്വദേശത്തുള്ള കോഴ്സുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും. ഇത്രയുമാണ് പ്രധാനമായി മേടം രാശിയെക്കുറിച്ച് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് മറക്കാതെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി, നമസ്കാരം.